എട മോനെ, ഇതാരാ കത്രീന സിംഗ്? പിണങ്ങിപ്പോയെന്ന് പറഞ്ഞേച്ച് ഞാൻ ആരോട് പിണങ്ങാണ് എന്റെ കുഞ്ഞ്? വായിച്ചായോ? ഇതാരാ വന്നിരിക്കാൻ നോക്കിയേ? എന്നാടാ ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് പോയേച്ച് പിന്നെ എന്താ ഞാൻ തിരിച്ചു പോകുന്നത്? സ്നേഹമുള്ളവരോടല്ലേ പിണങ്ങാൻ പറ്റൂ. നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂ. അതെ, അവിടെ ആകുമ്പോ സമയമുള്ള ഭക്ഷണവും വായിച്ചതിനെ പറ്റിച്ചുള്ള ചേട്ടത്തേക്ക് പോന്നോ? അയ്യോ, ഇതെന്നെ പറ്റി. അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖാകെ കരുവാളിച്ചു പോയി. ഇനി കൊണ്ട ഞാൻ ചെയ്തു. ഞാൻ വരട്ടെ റോയിമോനെ, കുറച്ച് നേരത്തെ പറഞ്ഞിട്ടോ. മനസ്സിലായില്ലേ? മറ്റേ സ്മോളിന്റെ കാര്യം. നേരത്തെ വരാം. മോളെ, നമുക്ക് അടുക്കളയിലേക്ക് ചെല്ലാം. നാളെ ക്രിസ്മസ് അല്ലേ? എങ്ങനെയാ കിടന്ന് ഉറങ്ങുന്നത്? എന്തൊരു നാറ്റോ! ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ആയിക്കോളൂ. ഇന്ന് ക്രിസ്മസിന്റെ പേരും പറഞ്ഞു കുടിച്ചു, നാളെ ഓണം, വിഷു എന്നൊക്കെ പറഞ്ഞു കുടിക്കാലോ. ആ റോയ്ച്ചനെ കണ്ട് പഠിക്ക്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെ ആണുങ്ങള്. അപ്പോ ഞാനൊരാണല്ല എന്നാണ് നീ പറഞ്ഞു വരുന്നത് അല്ലേ? എങ്കിൽ അത് മതി, നീ കിടക്ക്, എന്നെ തൊടണ്ട. ഓഹോ, ഓക്കെ, വാശിയെങ്കിൽ വാശി. ഉസ്താദ് വന്നോ? താനിത് എവിടെയായിരുന്നു? ഞാൻ ഒരു ഹോട്ടലായിരുന്നോ കൃഷ്ണ? ഈ ട്യൂഷൻ നിർത്തിയപ്പോ താൻ തുടങ്ങിയോ? അതല്ലടോ, പിന്നെ ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. അതിനവിടുത്തെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. ആഹാ, ഇതാരും ഉസ്താദോ? ആ റോയ് സാറല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞാൻ ഖത്തറിലേക്ക് പോവുക. അപ്പൊ വഴിക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞ് പോകാൻ നേരത്തെ കയറിയതാ. അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? എങ്ങനെ പോകാതിരിക്കും? ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ. ഇനി ഈ പോക്ക് വേണം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. വണ്ടിപ്പണി തന്നെ ആണോ? ഏയ്, അതല്ല, നമുക്ക് നല്ല ജോലി വേറെ കിട്ടി. പിന്നെ വഴിമഹാൽ. വഴിമഹാളോ എന്ന് വെച്ചാ? അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുമല്ലോ, അതാണ് വഴിമഹാൽ. നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് അവിടെ വഴിമഹാളാ. ആ കെയറോഫിലാണ് എനിക്ക് ഈ വിസിറ്റ്. കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ഹോർലിക്സ് കുടിച്ചാ വരുന്നതേ. മാത്രമല്ല ആളും വെയിറ്റ് ചെയ്യോടെ. ആ പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ ഇറാഖിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു പോരും. വന്നാൽ ഇപ്പോൾ ഈ വേക്കൻസി ഉണ്ടല്ലോ. ശരി, ഓക്കെ, സീ യു, കം അഗൈൻ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ വെയിറ്റ് ചെയ്തത് തന്നെ കാണാനാ. എന്താ? എനിക്ക് തന്നോടെ ചില കാര്യങ്ങൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സീരിയസ് മാറ്റർ ആകുമ്പോഴേ വീട്ടിൽ വെച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. ആ തള്ള വലിയ പ്രോബ്ലമാണ്. വന്നേ, നമ്മുടെ മാരേജിന് ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടാവുന്നത് മതത്തിന്റെ പേരിലായിരിക്കും. ഇപ്പോൾ എവിടെയും അതാണല്ലോ പ്രശ്നം. ഇന്റർകാസ്റ്റ് മാരേജ് ഉണ്ട്, ധാരാളം പ്രോബ്ലംസ് ഉണ്ടാവുമെങ്കിലും അതുകൊണ്ട് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. യുനോ, റോയ്ച്ചാനും ചേട്ടത്തെയൊക്കെ തന്നെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് താൻ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താ ഈ പറയുന്നത്? മാരേജോ? അതൊക്കെ സ്വയം അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയോ? നിക്ക്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് എന്റെ മനസ്സിൽ ചില മാസ്റ്റർ പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ വെച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് താൻ നാളെ 3:30 ഹോട്ട്സ്പോട്ടിൽ വരണം. അയ്യോ, ഞാൻ വരില്ല. എന്നാ അങ്ങനെ പറഞ്ഞ് പഠിച്ചേക്കല്ലേ. ഐ വിൽ വെയിറ്റ് ദേർ, യു മസ്റ്റ് കം. ഞാൻ അന്നേ പറഞ്ഞതാ അവനെ ഇവിടെ നിർത്തണ്ടെന്ന്. ഇതുപോലുള്ള ചുറ്റിക്കളിയൊക്കെ അവന്റെ കയ്യിലുള്ളത്. ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ഇവിടെ ആദ്യം വന്നപ്പോഴേ അവളെ കണ്ടു കാണും. അല്ലെങ്കിൽ ഞാനുള്ളപ്പോ ഹോസ്റ്റലിൽ നിന്ന് കെട്ടും കെട്ടി അവൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അതൊന്നും അല്ലാന്നേ. വെറുതെ നന്നായിട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ മുഷിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ഇങ്ങനെയായ മുഷിയേണ്ടി വരും. അവനെ ഇവിടെ നിർത്തിയാൽ ശ്രീദേവിയായിട്ട് മാത്രമല്ല ഈ കോളനിയിലുള്ള എല്ലാവരുമായിട്ടും മുഷിയേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല. അവനെ ഹോസ്റ്റലിലേക്ക് അയക്കുന്നതാ നല്ലത്. അവളെ എത്രയും വേഗം ഹോസ്റ്റലിലേക്ക് മാറ്റണം. ഇനി ഇവിടെ നിർത്തണ്ട. ശ്രീലക്ഷ്മി റെനിയോട് മിണ്ടാനൊന്നും പോവാറില്ല. ഓരോന്ന് പറഞ്ഞ് അവൻ അവിടെ പുറകെ നടക്കുന്നത്. ശരിയായിരിക്കാം. പെമ്പിള്ളാരുടെ മനസ്സല്ലേ, മാറിക്കൂടാന്നില്ലല്ലോ.
അവളെ ഇവിടെ കൊണ്ടുവരുത്തി ഇങ്ങനെയുള്ള അഫെക്ഷനൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മളെ സമാധാനം പറയേണ്ടത്. പെട്ടെന്ന് എന്തിനാ ഹോസ്റ്റലിലേക്ക് മാറ്റിയതെന്ന് ചോദിച്ചാ വീട്ടിൽ എന്ത് പറയും? അത് അവളോട് പറഞ്ഞാൽ മതി. പഠിക്കാനൊരു സൗകര്യം ഹോസ്റ്റലാണെന്ന് പറയാൻ. നീ കിടക്കാൻ നോക്ക്. ഷൈനി, ആ നീ ഇതെങ്ങോട്ടാ? ഞാനൊന്ന് വീട് വരെ പോവാ. അതിന് എത്ര പെട്ടെന്ന്? കുറച്ച് ദിവസമായാലും വീട്ടിൽ പോയിട്ട് അച്ഛനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ശ്രീലക്ഷ്മി ഞാൻ കൊണ്ടുപോവാ. ആ പിന്നെ എന്നാ, രാജേട്ടൻ ഭക്ഷണക്കാര്യത്തിൽ അല്പം നിർബന്ധമുള്ള ആളാണെന്ന് അറിയാമല്ലോ. കാർത്തിയനമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുവോ? നീ ഒന്ന് ശ്രദ്ധിച്ചോണേ. റെനി കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? ഓ അതൊന്നും സാരമില്ലെന്നേ. നീ എപ്പോഴാ മടങ്ങുന്നേ? 2 ദിവസത്തിനുള്ളിൽ എത്തും. കാർത്തിയനമ്മേ, കാർത്തിയനമ്മ എന്നൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നാവോ? ഷൈനി, ഷൈനി, ഷൈനി. എന്താ പനെ? ഷൈനി എവിടെ? മോളി പോയിരിക്കുക. ആ ശ്രീദേവി വന്നോ? ഇല്ല, രാജു സാറുണ്ടല്ലോ. അത് ശരി. ആ അവളെ ഇനി വിളിക്ക്. ആ വിളിക്കാം. സോറി അജിത്താ, കണ്ടില്ല. കാപ്പി മുഴുവൻ സാരിയിലായി ഷൈനി. ഞാനത് അറിയാതെ. സാരില്ല, അല്ല, ചൂട് കാപ്പിയായിരുന്നു. സോറി. ഷർട്ടിലൊക്കെ ആയില്ല. അത് സാരല്ല. ഷർട്ട് മാറ്റിക്കോളൂ. കുഴപ്പമില്ല. ഞാൻ കണ്ടില്ല. ഒരു കാപ്പി എടുക്ക്. അവളെന്തി? എങ്ങനെ വരാനാ? എന്തു പറ്റി? പറ്റാതെ സൂക്ഷിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല. രാജസാർ മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയോനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്നാ? ഞാൻ മോളിൽ കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേല് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും. എന്റെ കർത്താവെ, എനിക്കൊന്നും പറയാൻ മേല. നമ്മളെപ്പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയാ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളെയും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ് കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനി കുഞ്ഞിനൊന്നും നിയന്ത്രിക്കണം. കർത്താവിശ്വാസിയായാണ്. ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. എപ്പോ വന്നു? എന്നെന്താ വിളിക്കാഞ്ഞേ? റോഹിച്ചിനെ തന്നെ വല്ലാതിരിക്കുന്നേ. സുഖല്ലേ? നിന്റെ സാരിയിൽ എന്ത് പറ്റി? അയ്യോ, അതല്ലേ രസം. കാർത്തിയാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷ് ആയി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന കാപ്പി തെറിച്ച് എന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. ഇതിനിവിടെ കത്രീന ചേർത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാൽ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി റോഹിച്ചിന്? കാപ്പി അവിടെ വെച്ചേ. അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി. എന്റെ റോയിച്ചനല്ലേ, എഴുന്നേക്ക്. ഇതാ. അതെ റോയിച്ച, ആ കാർത്തിയാണിയും എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടനെ ചോറിനെ എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്തിയാനിയമ്മയില്ലേ, അവരുണ്ടാക്കി കൊടുത്തോളൂ. എന്നാ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നാ പറ്റി റോയിച്ചിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണ്ട. ചുമ്മാ ഇരി.